നമസ്കാരം. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സെക്ടർ 141 ഫ്ളാറ്റിലെ 9ാം നിലയിൽ നിന്നും ചാടി 3 സഹോദരിമാർ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബുധനാഴ്ച പുലർച്ചെ ഏകദേശം 2 മണിയോടെയാണ് നോയിഡയിലെ ഒരു ഹൈറൈസ് അപ്പാർട്ട്മെന്റിന്റെ 9ാം നിലയിൽ നിന്ന് 3 പെൺകുട്ടികൾ താഴേക്ക് ചാടിയത്. മൂവരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഇവർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു. കുട്ടികളുടെ പിതാവിന് 2 കോടി രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും തങ്ങളുടെ മൊബൈൽ ഫോണുകൾ വിറ്റതിലുള്ള മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചതാവാമെന്നും പോലീസ് സംശയിക്കുന്നു. അതേസമയം ഓൺലൈൻ ഗെയിമിന്റെ ഭാഗമായുള്ള ടാസ്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന നിലപാടിൽ പിതാവ് ഉറച്ചു നിൽക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പ്രായപൂർത്തിയാകാത്ത 3 സഹോദരിമാർ ഫ്ളാറ്റിലെ 9ാം നിലയിൽ നിന്നും ചാടി മരിച്ചത്. സ്റ്റോക്ക് ട്രേഡറായ പിതാവ് 2 കോടി രൂപയുടെ കടക്കണിയിലായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുട്ടികൾ കണ്ടിരുന്ന കൊറിയൻ വെബ് സീരീസുകൾ കാണാൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് പിതാവ് വിറ്റിരുന്നു. ഈ പണം ഉപയോഗിച്ചാണ് വീട്ടിലെ വൈദ്യുതി ബിൽ അടച്ചത്. ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് മുൻപ് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ സീരീസുകളിലെ കഥാപാത്രങ്ങളുടെ പേരായിരുന്നു കുട്ടികൾ ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ പറയുന്നുണ്ട്. അയൽവാസികൾ നൽകിയ വിവരമനുസരിച്ച് മരിച്ച കുട്ടികൾ തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പോലും അവർ പോയിരുന്നില്ല. കുട്ടികളുടെ മരണം ആത്മഹത്യയല്ല എന്നും ഓൺലൈൻ ഗെയിമിലെ ടാസ്കാണ് കാരണമെന്നും പിതാവ് ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു. സാമ്പത്തിക ബാധ്യതകളും കുടുംബ സാഹചര്യങ്ങളും മരണത്തിലേക്ക് നയിച്ചതാവാമെന്ന നിഗമനത്തിൽ പോലീസ് പിതാവിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കുട്ടികൾ കൊറിയൻ വെബ് സീരീസുകളുടെ വലിയ ആരാധകരായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പോലും ഇവർ നൽകിയിരുന്നത് അത്തരം സീരീസുകളുടെ കഥാപാത്രങ്ങളുടെ പേരാണ്. എന്നാൽ സാമ്പത്തിക ബാധ്യത മുറിയതോടെ വീട്ടിലെ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പണമില്ലാതെ പിതാവ് കുട്ടികളുടെ മൊബൈൽ ഫോണുകൾ വിറ്റതോടുകൂടിയാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. എന്തായാലും പഴയ അപ്പാർട്ട്മെന്റിൽ ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് പുതിയ താമസ സ്ഥലത്തും അത് ആവർത്തിക്കാതിരിക്കാനാണ് കുട്ടികളുടെ ഫോണുകൾ വിറ്റ് പണം കണ്ടെത്തിയത്. തങ്ങളുടെ വിനോദോപാധിയായിരുന്ന ഫോണുകൾ നഷ്ടപ്പെട്ടതിലുള്ള കടുത്ത മാനസിക വിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചതാകാമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പോലീസിന്റെ ഈ നിഗമനങ്ങളെ പിതാവ് പൂർണ്ണമായും തള്ളി. ഇതൊരു ആത്മഹത്യയല്ലെന്നും ഓൺലൈൻ ഗെയിമിലെ ഏതെങ്കിലും അപകടകരമായ ടാസ്കിന്റെ ഭാഗമായി പെൺകുട്ടികൾ ചെയ്തതാണെന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കുട്ടികൾ ചില ഓൺലൈൻ ചലഞ്ചുകളിൽ പങ്കാളികളായിരുന്നുവെന്നും അതിന്റെ ഭാഗമായി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടാൻ നിർദ്ദേശമുണ്ടായി എന്നുമാണ് പിതാവിന്റെ വാദം. എന്നാൽ നിലവിൽ ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. മരിച്ച കുട്ടികൾ സമൂഹത്തിൽ നിന്നും വല്ലാതെ ഒറ്റപ്പെട്ടാണ് ജീവിച്ചിരുന്നതെന്നും അയൽവാസികൾ മൊഴികൾ നൽകി. ഫ്ളാറ്റിലെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനോ പുറത്തിറങ്ങാനോ ഇവർ ഇടപെടാനോ തയ്യാറായിരുന്നില്ല. എന്തായാലും കൊറിയൻ സീരീസുകളുടെ ആരാധികമാരായിരുന്നു കുട്ടികളെന്ന കാര്യം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമാനമായ സംഭവം ചൊട്ടാനിക്കരയിലും നടന്നിരുന്നു. കൊറിയൻ പോപ്പ് താരത്തിൻ്റെ ആരാധകയായിരുന്ന പെൺകുട്ടി പോപ്പ് താരം എന്ന പേരിൽ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പരിചയം പുതുക്കുകയും പിന്നീട് 16 വയസ്സുകാരിയെ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നൊരു സംഭവം സമാനമായി കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിലെ ചൊറ്റാനിക്കരയിലെ ആദിത്യ എന്ന് പറയുന്ന 16-കാരിയാണ് കൊറിയൻ പോപ്പ് താരം താൻ ഇഷ്ടപ്പെട്ടിരുന്ന നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന കൊറിയൻ പോപ്പ് താരം കാറപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. എന്തായാലും ഈ കേസിലും അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ആദിത്യയുടെയും ഫോൺ തുറന്ന് പരിശോധിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതിൻ്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോപ്പ് കൾച്ചറൊക്കെ വളരെ ജനപ്രിയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് പ്രശ്നവുമുള്ള കാര്യമല്ല. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുട്ടികളുടെ ജീവിതത്തെ വിപരീത അർത്ഥത്തിൽ അല്ലെങ്കിൽ നെഗറ്റീവായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും തടയാനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും അധ്യാപകർക്കുമൊക്കെ സാധിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം.